Dear students, welcome to Bosco Campus Vision. This is Ajay Joseph Chako, Assistant Professor, Don Bosco College, Kottayam. In this video, I discuss the topic Illegal Associations from the subject Corporate Regulations for BBA Semester 3 students of the Kerala University. Illegal Associations. Prohibition of association or partnership of persons exceeding certain number. Section 464. No association or partnership consisting of more than such number of persons as may be prescribed shall be formed for the purpose of carrying on any business that has for its object the acquisition of gain by the association or partnership or by the individual members thereof, unless it is registered as a company. And we can see the note below here. The number of persons which may be prescribed under this subsection shall not exceed 100. ഇല്ലീഗൽ അസോസിയേഷൻസിനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതായത് കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 464 ചില ഇല്ലീഗൽ അസോസിയേഷൻസിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇല്ലീഗൽ അസോസിയേഷൻസ് പറയുമ്പോൾ എന്താണെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. അതായത് കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 464 പ്രകാരം ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ ചില അസോസിയേഷനുകളെ പാർട്ട്ണർഷിപ്പുകളെയൊക്കെ ഒരു നിശ്ചിത എണ്ണത്തിൽ കൂടിക്കഴിഞ്ഞാൽ അതിനെ നിരോധിച്ചിരിക്കുകയാണ്. അതായത് ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലാഭകരമായ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലാഭം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ബിസിനസ് ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന വ്യക്തികളുടെ എണ്ണം അല്ലെങ്കിൽ ഒരു പങ്കാളിത്ത ബിസിനസ്സിലെ അംഗങ്ങളുടെ എണ്ണം ഒരു നിശ്ചിത എണ്ണത്തിൽ കൂടുകയാണെങ്കിൽ അത്തരത്തിലുള്ള അസോസിയേഷൻസിനെ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിനെയൊക്കെ ഇല്ലീഗൽ അസോസിയേഷൻസ് ആയിട്ടാണ് കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 464 കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു നിശ്ചിത എണ്ണത്തിൽ കൂടുതലാണ് അംഗങ്ങളുടെ എണ്ണം എങ്കിൽ, ഒരു അസോസിയേഷൻ്റെ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ അംഗങ്ങളുടെ എണ്ണം ഒരു നിശ്ചിത എണ്ണത്തിൽ കൂടുതലാണെങ്കിൽ ആ അസോസിയേഷൻ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യണം. എങ്കിൽ മാത്രമേ അതിന് ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ബിസിനസ് ചെയ്യാന്ന് വെച്ചാൽ അവരുടെ ഉദ്ദേശം, ബിസിനസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ലാഭം ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണെങ്കിൽ ഒരു നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ അംഗങ്ങളുള്ള ഒരു അസോസിയേഷനോ പാർട്ട്ണർഷിപ്പ് ഫേമിനോ സാധിക്കുകയില്ല. പകരം ആ നിശ്ചിത എണ്ണത്തിൽ കൂടുതലാണെങ്കിൽ അവർ ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യണം. ഇവിടെ താഴെ നോട്ടിൽ പറയുന്നത് ഇത്തരം ആ നിശ്ചിത എണ്ണം എന്ന് പറയുന്നത് 100 ആണ്. അതായത് 100 പേരിൽ കൂടുതൽ ഒരു അസോസിയേഷനിലുണ്ട് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ അസോസിയേഷൻ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ അവർക്ക് ലാഭകരമായ ബിസിനസ് അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കുന്ന ലക്ഷ്യത്തോടുള്ള ബിസിനസ് ചെയ്യാൻ സാധിക്കില്ല. 100 പേരിൽ കൂടുതൽ അസോസിയേഷൻ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേം ലാഭം ഉണ്ടാക്കാൻ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അത്തരം അസോസിയേഷനുകളെ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പുകളെ ഇല്ലീഗൽ അസോസിയേഷൻസ് എന്നാണ് പറയുന്നത്. അത് നിയമവിരുദ്ധമായിട്ടുള്ള കൂട്ടായ്മകളാണ്. അവയ്ക്ക് കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 464 പ്രകാരം പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയില്ല. This section is not applicable to a HUF carrying on any business or an association or partnership if it is formed by professionals who are governed by special acts. കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 464 പക്ഷേ ഈ HUFന് ബാധകമല്ല. ബിസിനസ് ക്യാരി ഓൺ ചെയ്യുന്ന HUFന് ബാധകമല്ല. അതേപോലെ തന്നെ സ്പെഷ്യൽ ആക്ട്സ്, ചില പ്രത്യേക നിയമങ്ങൾ പ്രകാരം, പാർലമെൻറ്റിൽ പാസ്സാക്കിയ ചില നിയമങ്ങൾ പ്രകാരം പ്രൊഫഷണൽസ് ഫോം ചെയ്തിരിക്കുന്ന അസോസിയേഷനോ പാർട്ട്ണർഷിപ്പിനോ ഈ സെക്ഷൻ 464 പറയുന്ന ഈ പ്രൊഹിബിഷൻ ബാധകമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അംഗങ്ങളുടെ എണ്ണം 100ൽ കൂടുതലായാലും ഇവർക്ക് ഈ രണ്ട് കാറ്റഗറീസ്, HUFനും ഈ അസോസിയേഷൻ ഓർ പാർട്ട്ണർഷിപ്പ് ഫോംഡ് ബൈ പ്രൊഫഷണൽസ് ഹു ആർ ഗവേൺഡ് ബൈ സ്പെഷ്യൽ ആക്ട്സ്, പ്രത്യേക നിയമം, പാർലമെൻറ്റിൽ പാസ്സാക്കിയ നിയമം മൂലം പ്രവർത്തിക്കുന്ന അസോസിയേഷനോ പാർട്ട്ണർഷിപ്പുക്കോ അഥവാ HUFനോ ഇത് ബാധകമല്ല. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം HUF എന്താണ്. HUFൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്നാണ്. നമ്മൾ മലയാളത്തിൽ പറയും കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ HUF എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു വ്യക്തി എന്ന നിലയിലാണ് അതിനും പരിഗണന കൊടുക്കുന്നത്. HUF എന്ന് വെച്ചാൽ കൂട്ടുകുടുംബമാണ്. അതിൻ്റെ ആ കൂട്ടുകുടുംബത്തെ നയിക്കുന്ന ഒരാളാണ്, കർത്ത എന്ന് പറയുന്ന ഒരാളാണ് ബിസിനസ് കണ്ടക്ട് ചെയ്യേണ്ടത് HUFൻ്റെ. അപ്പോൾ അദ്ദേഹത്തിനാണ് എല്ലാ അധികാരവും ബിസിനസ് നടത്താനുള്ള ചുമതലയുള്ളത്. അപ്പോൾ ആ കർത്തായാണ് നമ്മൾ ഇൻകം ടാക്സിൻ്റെ പർപ്പസിനായാലും മറ്റു കാര്യങ്ങൾക്കായാലും ടാക്സ് ചെയ്യുന്നതൊക്കെ കർത്തായാണ്. അപ്പോൾ ഇവിടെ കർത്ത അല്ലെങ്കിൽ HUFൻ്റെ കീഴിലുള്ള ഒരു കർത്ത
ബിസിനസ് ചെയ്യുന്നെങ്കിൽ, HUF ആണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഈ നമ്പറിൻ്റെ ഈ ഒരു റെസ്ട്രിക്ഷൻ അവർക്ക് ബാധകമല്ല. 100 കൂടുതൽ പേരായാലും അവർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അവർ ഈ സെക്ഷൻ്റെ ഈ പ്രോഹിബിഷനിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് പ്രൊഫഷണൽസ്, സ്പെഷ്യൽ ആക്ട് പ്രകാരം ഭരിക്കപ്പെടുന്ന ചില അസോസിയേഷൻസോ പാർട്ട്ണർഷിപ്പോ ഉണ്ട് പ്രൊഫഷണൽസ് മാനേജ് ചെയ്യുന്ന, അതിനും ഈ പ്രോഹിബിഷൻ ബാധകമല്ല. അപ്പോൾ HUF എന്ന് പറയുമ്പോൾ, കൂട്ടുകുടുംബം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒത്തിരി അംഗങ്ങളാണ്, ചിലപ്പോൾ 100-ൽ പുറത്തൊക്കെ അംഗങ്ങളാണ്, അവർക്ക് ഈ നിയമം ബാധകമല്ല. Let us see one more note here. If 2 or more HUF carry on business in partnership, then while calculating total number of members involved in that business for the purpose of this section, minor members should be ignored as a minor cannot be considered as a partner. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് HUFന് ഇതിനകത്ത് ഒരു എക്സ്ക്യൂസ് ഉണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ HUF രണ്ട് HUFകൾ, 2 ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ചേർന്നിട്ട് ഒരു പങ്കാളിത്ത ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ആ ടോട്ടൽ മെമ്പേഴ്സിൻ്റെ ടോട്ടൽ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് മൈനർ മെമ്പേഴ്സിനെ കൂട്ടുകയില്ല. കാരണം മൈനർ മെമ്പേഴ്സിനെ ഒരു പാർട്ട്ണറായിട്ട് കണക്കാക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് മൈനർ മെമ്പേഴ്സിനെ കൂട്ടാതെ ബാക്കിയുള്ള എണ്ണമാണ് ഈ പർപ്പസിന് വേണ്ടി കൂട്ടുന്നത്. ഇതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതിൽ പഠിച്ചത് നമ്മൾ 2 എക്സംഷൻസ് ആണ്. 464ൻ്റെ പ്രോഹിബിഷനിൽ എക്സംപ്റ്റ് ചെയ്തിരിക്കുന്ന 2 കാറ്റഗറീസ് ആണ് HUFും അസോസിയേഷൻ ഓർ പാർട്ട്ണർഷിപ്പ് ഫോംഡ് ബൈ പ്രൊഫഷണൽസ് ഗവേൺഡ് ബൈ സ്പെഷ്യൽ ആക്ട്സ്. ഈ 2 കാറ്റഗറിയും എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. പണിഷ്മെന്റ് ഫോർ ക്യാരിയിങ് ഓൺ ബിസിനസ് ഇൻ കോൺട്രാവെൻഷൻ ഓഫ് ദിസ് സെക്ഷൻ. Every member of an association or partnership carrying on business in contravention of this section shall be punishable with a fine which may extend to 1 lakh rupees and shall also be personally liable for all liabilities incurred in such business. ഇവിടെ സെക്ഷൻ 464 കമ്പനീസ് ആക്ട് 2013ൻ്റെ സെക്ഷൻ 464 വിരുദ്ധമായിട്ട് ഒരു അസോസിയേഷനിലോ പാർട്ട്ണർഷിപ്പോ പ്രവർത്തിക്കുകയാണെങ്കിൽ, അതായത് 100 അംഗങ്ങളിൽ കൂടുതൽ ഒരു അസോസിയേഷൻ, ഒരു പാർട്ട്ണർഷിപ്പ് ലാഭകരമായ ബിസിനസ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ഇല്ലീഗലാണ്, ഇല്ലീഗൽ അസോസിയേഷനാണ്. അത്തരം അസോസിയേഷനുകൾ ഈ സെക്ഷൻ 464 വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അത്തരം അസോസിയേഷനുകൾക്ക് ഫൈൻ ഉണ്ടാകും, പിഴയുണ്ടാകും. ആ പിഴ 1 ലക്ഷം രൂപ വരെ ആകാം. മാത്രമല്ല ഇതിലെ ഓരോ അംഗങ്ങളും ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ ലയബിലിറ്റീസിനും അല്ലെങ്കിൽ ബാധ്യതകൾക്കും വ്യക്തിപരമായി അവർക്ക് ബാധ്യത ഉണ്ടായിരിക്കുന്നതാണ്. സാധാരണ ഒരു കമ്പനിയിലാണെങ്കിൽ, കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷനിലാണെങ്കിൽ ഈ അംഗങ്ങളുടെ ബാധ്യത എന്ന് പറയുന്നത് അവർ ഹോൾഡ് ചെയ്യുന്ന ഷെയർസിൻ്റെ തുകയ്ക്ക് മാത്രമായിരിക്കും, ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. ഇവിടെ ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കില്ല. ഒന്നുകൂടെ പറയാം, ഇത് പണിഷ്മെൻറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് കമ്പനീസ് ആക്ട് 2013ൻ്റെ സെക്ഷൻ 464 പ്രകാരം ഒരു അസോസിയേഷനിൽ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിൽ 100 പേരിൽ കൂടുതൽ അംഗങ്ങളുണ്ടെങ്കിൽ അത്തരം അസോസിയേഷനുകൾ ലാഭകരമായ ബിസിനസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബിസിനസ് ചെയ്യാൻ വേണ്ടി കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യണമെന്നാണ് നിയമം. അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ അവ ഇല്ലീഗൽ അസോസിയേഷൻ ആയിരിക്കും. അത്ര ഇല്ലീഗൽ അസോസിയേഷൻ പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് പിഴയായിട്ട് 1 ലക്ഷം രൂപ വരെ ചുമത്തപ്പെടാം. അല്ലെങ്കിൽ ഓരോ വ്യക്തികളും ആ ബിസിനസ് മൂലം ആർക്കൊക്കെ ലയബിലിറ്റീസ് ബാധ്യത ഉണ്ടാവുന്നു അവർക്ക് ഓരോരുത്തർക്കും ആ നഷ്ടപരിഹാരം ചെയ്യാനായിട്ട് ഓരോ വ്യക്തികളും വ്യക്തിപരമായി ലയബിൾ ആയിരിക്കും. According to Rule 10 of Companies Miscellaneous Rules 2014, no association or partnership shall be formed consisting of more than 50 persons for the purpose of carrying on any business that has for its objects the acquisition of gain by the association or partnership or by individual members thereof, unless it is registered as a company under the Act or is formed under any other law for the time being in force. Note: provisions of section 464 are not applicable in case of LLP. LLP means Limited Liability Partnership. ഇവിടെ നമ്മൾ പഠിക്കുന്നത് റൂൾ 10 ഓഫ് കമ്പനീസ് മിസലേനിയസ് റൂൾസ് 2014, കമ്പനി കാര്യ നിയമത്തിൻ്റെ മിസലേനിയസ് റൂൾസ് 2014 പ്രകാരം ഉള്ള പ്രൊഹിബിഷനാണ് ഇപ്പോൾ പഠിക്കുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചത് കമ്പനീസ് ആക്ട് 2013ൻ്റെ സെക്ഷൻ 464 അനുസരിച്ചുള്ള ഒരു പ്രൊഹിബിഷനായിരുന്നു. സെക്ഷൻ 464 കമ്പനീസ് ആക്ട് 2013 ആദ്യം പറയുന്നത് 100 പേരിൽ കൂടുതൽ ഉള്ള അസോസിയേഷനോ പാർട്ട്ണർഷിപ്പോ
ലാഭകരമായ ബിസിനസ് ചെയ്യാൻ വേണ്ടി ലാഭം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ബിസിനസ് ചെയ്യണമെങ്കിൽ അത് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ഇല്ലീഗൽ അസോസിയേഷനായിട്ട് കണക്കാക്കുമെന്നായിരുന്നു. എന്നാൽ ഇവിടെ കമ്പനിയുടെ മിസ്ലേനിയസ് റൂൾസ് 2014 പറയുന്നു, ഒരു അസോസിയേഷനോ പാർട്ട്ണർഷിപ്പോ ലാഭം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ബിസിനസ് ചെയ്യുന്നെങ്കിൽ അതിൽ 50 അംഗങ്ങളിൽ കൂടുതൽ ഉണ്ടാകാൻ പാടില്ലെന്നാണ്. 50 അംഗങ്ങളിൽ കൂടുതലാണെങ്കിൽ അതിനെ ഇല്ലീഗൽ അസോസിയേഷനായിട്ട് കണക്കാക്കും. ഇനി അതല്ല, അവർക്ക് ലീഗൽ ആകണമെങ്കിൽ 50 അംഗങ്ങൾ കൂടുതലാണെങ്കിൽ അവർ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യണം. ഇതാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഈ ഒരു പ്രൊഹിബിഷൻ LLPകൾക്ക് ബാധകമല്ല, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിന് ബാധകമല്ല. നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും. ആദ്യമേ 100 പേരായിരുന്നു റെസ്ട്രിക്ഷൻ, ഇപ്പോൾ 2014 അത് പുതുക്കിയിട്ടുണ്ട്. അതായത് 50 പേരിൽ കൂടുതൽ ആയി കഴിഞ്ഞാൽ അത് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യണമെന്നാണ്. Effect of non-registration of an association or partnership as company according to provisions of this section. Since the law does not recognize an illegal association, therefore such association cannot enter into any contract, cannot sue any member or outsider, not even if the company is subsequently registered, cannot be sued by a member or an outsider for recovery of any debts, cannot be wound up by an order of the court. ഇവിടെ നമ്മൾ പഠിക്കുന്നത്, അതായത് ഒരു ഇല്ലീഗൽ അസോസിയേഷൻ, ഇപ്പോൾ ഒരു അസോസിയേഷനിൽ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിൽ 50 അംഗങ്ങളിൽ കൂടുതൽ ഉണ്ടെന്ന് വിചാരിക്കുക. ആ അസോസിയേഷനോ പാർട്ട്ണർഷിപ്പോ ലാഭം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ബിസിനസ് ചെയ്യാമെന്നും വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 50 അംഗങ്ങളിൽ കൂടുതലുണ്ടെങ്കിൽ ആ അസോസിയേഷൻ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഇല്ലീഗൽ അസോസിയേഷനാണ്. നിയമം ഒരു ഇല്ലീഗൽ അസോസിയേഷനെ അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കൂട്ടായ്മയെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ഇല്ലീഗൽ അസോസിയേഷനുകൾക്ക് ഒരു കോൺട്രാക്റ്റുകളിലും ഏർപ്പെടാനായിട്ട് സാധിക്കില്ല, ഒരു കരാറിലും ഏർപ്പെടാൻ സാധിക്കില്ല. അതാണ് ഒന്നാമത്തെ ഇഫക്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇഫക്റ്റ് എന്ന് പറയുന്നത്, ഇത്തരം അസോസിയേഷനുകൾക്ക് അതിൻ്റെ മെമ്പർക്കെതിരെയോ അതിനുള്ള ഒരു അംഗത്തിനെതിരെയോ അതിന് പുറത്തുള്ള മറ്റൊരു വ്യക്തിക്കെതിരെയോ നിയമ നടപടി സ്വീകരിക്കാനോ കേസ് ഫയൽ ചെയ്യാനോ സാധിക്കില്ല. ഇനി ആ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്താൽ പോലും, പിന്നീട് രജിസ്റ്റർ ചെയ്താൽ പോലും അങ്ങനെ സാധിക്കുകയില്ല. മൂന്നാമത്തെ ഇഫക്റ്റ് എന്ന് പറയുന്നത്, അതായത് ഈ ഇത്തരം അസോസിയേഷനുകൾക്കെതിരെ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിനെതിരെ ഒരു മെമ്പർക്കോ അതിലെ ഒരു അംഗത്തിനോ പുറത്തു നിന്നുള്ള വ്യക്തിക്കോ തങ്ങളുടെ കടങ്ങൾ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കടങ്ങൾ ചോദിച്ച് വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് നിയമ നടപടി സ്വീകരിക്കാനോ കേസ് കൊടുക്കാനോ സാധിക്കില്ല. മാത്രമല്ല, ഇനി ഈ അസോസിയേഷൻ അല്ലെങ്കിൽ ഈ ഒരു പാർട്ട്ണർഷിപ്പ് നഷ്ടത്തിൽ പോവുകയാണ്, കടങ്ങൾ കൊടുത്തു തീർക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ സാധാരണ ഒരു കമ്പനിയാണെങ്കിൽ അതിന് കോടതിയിൽ അപേക്ഷ കൊടുത്ത് നമുക്കതിനെ അടച്ചുപൂട്ടാനായിട്ട് സാധിക്കും. പക്ഷേ ഇത്തരം അസോസിയേഷനിലോ പാർട്ട്ണർഷിപ്പുകളോ അങ്ങനെ കോടതിയിൽ അപേക്ഷ കൊടുത്ത് കോടതിയുടെ ഉത്തരവ് പ്രകാരം വൈൻഡപ്പ് ചെയ്യാനും അടച്ചുപൂട്ടാനും സാധിക്കത്തില്ല. സാധാരണ നിയമപരമായി അടച്ചുപൂട്ടുകയാണെങ്കിൽ അതിൻ്റെ അംഗങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടി നിയമപരമായ രീതിയിൽ അത് ആ കമ്പനി വൈൻഡപ്പ് ചെയ്യുക, അടച്ചുപൂട്ടും. ഇവിടെ അത് സാധ്യമല്ല. ഇതൊക്കെയാണ്, അതായത് 50 അംഗങ്ങളിൽ കൂടുതലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ അസോസിയേഷൻ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ഇല്ലീഗൽ അസോസിയേഷനാണ്. അവയ്ക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു പരിഗണനയും ലഭിക്കുകയില്ല. In fact, the court cannot entertain a petition for its winding up as an unregistered company, for it did, it would be indirectly according recognition to the illegal association. യഥാർത്ഥത്തിൽ കോടതിക്ക് ഇത്തരം അൺരജിസ്റ്റേർഡ് കമ്പനി അഥവാ ഇല്ലീഗൽ അസോസിയേഷൻസിൻ്റെ വൈൻഡിങ് അപ്പിനുള്ള പെറ്റീഷൻ, പരാതി സ്വീകരിക്കാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാനും സാധിക്കില്ല. ഇനി അങ്ങനെ കോടതി ചെയ്യുകയാണെങ്കിൽ അത് ഇത്തരം ഇല്ലീഗൽ അസോസിയേഷന് അക്കോർഡ് കൊടുക്കുന്ന അല്ലെങ്കിൽ അംഗീകാരം കൊടുക്കുന്നതിന് തുല്യമാണ്, റെക്കഗ്നിഷൻ കൊടുക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ കോടതി ഇത്തരത്തിലുള്ള പെറ്റീഷനുകൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കത്തില്ല, പരിഗണിക്കുകയും ചെയ്യുകയില്ല. Assignment question: what is an illegal association? I hope all of you understood the topic illegal associations quite well. For more information and classes, please subscribe the YouTube channel of our college, Bosco Campus Vision. Thank you for listening.